സോ ബ്രീത്തിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്നും എന്തല്ല അത്ര ഇതായിട്ടുള്ള ചാപ്റ്റർ ഭാഗമില്ല. സോ ഏറ്റവും കൂടുതൽ ബ്രീത്തിങ്ങിൽ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ചാൽ വേറെ എവിടെയില്ല. സോ കപ്പാസിറ്റീസാണ്. സോ എന്താണ് കപ്പാസിറ്റീസ് കാര്യങ്ങളൊക്കെ നോക്കാം. സോ ആദ്യം റെസ്പിറേറ്ററി വോളിയം ആൻഡ് കപ്പാസിറ്റീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ബ്രീത്തിങ്ങിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജുള്ളൊരു ഏരിയ കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ടൈഡൽ വോളിയം എന്ന് പറയുന്ന സാധനമാണ്. സോ എന്താണ് ടൈഡൽ വോളിയം നോക്കാം. വോളിയം ഓഫ് ദി ഇയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് നോർമൽ റെസ്പിറേഷൻ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 500 ml. സോ 500 ml എന്ന് പറയുന്നതാണ് നമ്മുടെ നോർമൽ. ഹെൽത്തി മാൻ ക്യാൻ എക്സ്പയർ അപ്രോക്സിമേറ്റ്ലി 6000 to 8000 ml എയർ പെർ മിനിറ്റ്. നോക്കാം. അതായത് നമ്മൾ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൽ ആദ്യം നമ്മൾ ബ്രീത്തിങ്ങിനെ കുറിച്ച് സംസാരിച്ച സമയത്ത്, അതായത് ഇതിന് മുമ്പത്തെ ടോപ്പിക്കിൽ നമ്മൾ പറയുന്നുണ്ട്, ഏകദേശം ഒരു ഹെൽത്തി ഹ്യൂമന് 12 മുതൽ 16 തവണയാണ് എന്ത് ചെയ്യുക, 1 മിനിറ്റിൽ അയാൾ റെസ്പയർ ചെയ്യുക, അതായത് ഇൻസ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്പയർ ചെയ്യുകയോ ചെയ്യുന്നത് എന്താണ്, 16 തവണയാണ്. ഓക്കെ, എക്സ്പയർ ചെയ്യുന്നതും 16 തവണയാണ്, 12 മുതൽ 16 തവണയാണ്. സോ അയാൾക്ക് 1 മിനിറ്റിൽ 12 മുതൽ 16 വരെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതായത് 1 ടൈം അയാൾക്ക് 500 ml എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏകദേശം 12 ടൈം ആകുമ്പോൾ അയാൾക്ക് 6000 മുതൽ 8000 ml വരെ എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് കോൺസെപ്റ്റ്. ആ ഒരു കോൺസെപ്റ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്തത്, ഈ ഒരു ലൈനിൽ പറഞ്ഞത്. 6000 മുതൽ 8000 ml ഓഫ് എയർ പെർ മിനിറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. സോ ഇതെന്താണ്, ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനമാണ്, ഏറ്റവും ബേസിക്കാണ്. സോ ബേസിക് ആയിട്ടുള്ള സാധനം. അപ്പോൾ നമുക്ക് ബേസിക് കൊടുക്കാം. സോ നെക്സ്റ്റ് വന്നിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ്. സോ എന്താണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് നോക്കാം. അഡീഷണൽ വോളിയം ഓഫ് എയർ person can inspire by forcible inspiration. This average to 2500 and 300 ml. So 2500 ml and 3000 ml എന്ന് പറഞ്ഞാൽ അതായത് 2500 മുതൽ 3000 ml വരെ. അതായത് ഒരു സാധാ ഹ്യൂമൻ ബീൻ ഉണ്ട്. ആ സാധാ ഹ്യൂമൻ ബീനിന് ഏകദേശം ആദ്യത്തെ അയാളുടെ ടൈഡൽ വോളിയം അനുസരിച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 500 ഉള്ളിലേക്ക് എടുക്കാനും 500 പുറത്തേക്ക് വിടാനും പറ്റും അല്ലേ. അതല്ല, അദ്ദേഹം ഉദ്ദേശിക്കുകയാണ് അയാൾക്ക് കുറച്ചുകൂടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അയാൾ ഫോഴ്സ്ഫുള്ളായിട്ട് ഉള്ളിലേക്ക് എടുക്കുകയെന്നുണ്ടെങ്കിൽ അയാൾക്ക് 2500 മുതൽ 3000 വരെ എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. സോ ആ 2500 മുതൽ 3000 വരെ എടുക്കാൻ പറ്റും എന്നുള്ള ക്വാണ്ടിറ്റിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ കൊടുത്തിട്ടുള്ളത്. സോ അങ്ങനെ നെക്സ്റ്റ് നമുക്ക് നോക്കാം എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു ആദ്യം ടൈഡൽ വോളിയം എന്ന് പറയുമ്പോൾ 500-ന് പകരം അയാൾ കൂടുതലായിട്ട് എത്ര എടുക്കാൻ പറ്റും എന്നുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് കൊടുത്തത്, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് കൊടുത്തത്. സോ അതുപോലെ തന്നെ നമുക്ക് 500-ൻ്റെ പുറമെ അദ്ദേഹത്തിന് കൂടുതലായി എത്രത്തോളം പുറത്തേക്ക് വിടാൻ പറ്റും എന്നുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം അത് റിസർവ് ചെയ്തിട്ട് വോളിയാണ്, അത് 1000 മുതൽ 1100 ml ആണ്. സോ അദ്ദേഹത്തിന് 2500 മുതൽ 3000 എക്സ്ട്രാ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരിക്കലും 1000 to 1200 മാത്രമാണ് എന്തുള്ളത്, പുറത്തേക്ക് എക്സ്ട്രാ ആയിട്ട് വിടാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ അതാണ് എന്തുള്ളത്, 2 കപ്പാസിറ്റീസ് ഉള്ളത്. സോ അടുത്തത് റെസിഡൽ വോളിയമാണ്. അതൊരു കപ്പാസിറ്റി ആണ്. ഇനി അതെന്താ, ഒരു വോളിയം. അതായത് ആദ്യം പറഞ്ഞ പോലെ 500 ml എന്ന് പറയുമ്പോൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത് റെസിഡൽ വോളിയം. ഈ വോളിയം എന്ന് പറയുന്നത് വളരെ എസെൻഷ്യലാണ് ഈ സ്റ്റഡിയിൽ. അതായത് നമ്മൾ കപ്പാസിറ്റീസിന് പറയുന്നതിന് മുമ്പ് വോളിയം സ്റ്റഡീസിൽ അല്ലെങ്കിൽ അമൗണ്ട് സ്റ്റഡീസിൽ എന്താണ് ഈ റെസിഡൽ വോളിയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്താണ് റെസിഡൽ വോളിയം എന്നൊക്കെ നോക്കാം. വോളിയം ഓഫ് ഇയർ റിമെയിൻ ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ. അതായത് ഒരു ഫോഴ്സിബിൾ ആയിട്ടുള്ള എക്സ്പിരേഷന് ശേഷവും നമ്മുടെ ലങ്സിൽ തങ്ങി നിൽക്കുന്ന ആ ഒരു അമൗണ്ട് ഓഫ് ഇയറിനെയാണ് എന്തെന്ന് പറയുന്നത്, റെസിഡൽ വോളിയം എന്ന് പറയുന്നത്. ഇത് ഏകദേശം 1200 മുതൽ 1200 വരെയാണ്. 1100 മുതൽ 1200 വരെയാണ് ഫോഴ്സിബിൾ വോളിയം ഓഫ് റിമൈനിങ് എയർ ലങ്സ് ആഫ്റ്റർ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി, റെസിഡൽ വോളിയം എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി ഉള്ളത്. സോ അതിനുശേഷമുള്ളതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്ന വോളിയം. അത് നമ്മളെന്താണ് കപ്പാസിറ്റീസിലേക്ക് കിടക്കാം. സോ ആദ്യം നമ്മളെന്താ പഠിച്ചത്, വോളിയംസ് ആണ്. സോ നമ്മൾ ആദ്യം പഠിച്ച ക്വാണ്ടിറ്റീസ് എന്താണ്, വോളിയംസ് ആണ്. ഓക്കെ, വോളിയംസ് എന്തൊക്കെയാണ് വോളിയംസ് നോക്കാം അല്ലേ. നമ്മൾ ആദ്യം പഠിച്ച ക്വാണ്ടിറ്റീസ് എന്താണ്, വോളിയംസ് ആണ്. സോ വോളിയംസ് എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, സോ വോളിയംസ് എന്താ നോക്കാം. സോ വോളിയംസ് ആദ്യമായിട്ടുള്ളത് എന്ത് വോളിയമാണ്, ആദ്യം നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറഞ്ഞ വോളിയമാണ് പഠിച്ചത്. സോ ടൈഡൽ വോളിയം അതായത് ഒരു മനുഷ്യന് സാധാരണ ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തിന് ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ എക്സ്പിരേഷൻ കപ്പാസിറ്റി ആയിട്ടുള്ള 500 ml എന്ന് പറയുന്ന സാധാരണമായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അതിനുശേഷം ഒരാൾക്ക് എക്സ്ട്രാ അയാൾ എടുക്കുന്ന 500-ന് പകരം കൂടുതലായിട്ട് ഫോഴ്സ്ഫുള്ളായിട്ട് ഉള്ളിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ വിളിച്ച പേരാണ് രണ്ടാമത്തെ ഇൻസ്പിറേറ്ററി റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ അതിനെ ഞാൻ IRV എന്ന് ഷോർട്ട് നാമത്തിൽ എഴുതി. ശേഷം രണ്ടാമതായി നമ്മൾ നോക്കിയതാണ്
ഒരാൾ 500 പുറത്തേക്ക് വിടുന്നതിന് പകരം അദ്ദേഹത്തിന് കൂടുതലായിട്ട് 1000 മുതൽ 1100 വരെ വിടാനുള്ള കഴിവിനെയാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് വൺ ഈസ് റെസിഡ്വൽ വോളിയം. റെസിഡ്വൽ വോളിയം എന്ന് പറഞ്ഞാൽ 500ഉം ഈ 1000ഉം 1200 അതുപോലെ 2500 to 3000 എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന് ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്കും വിടാനുള്ള കപ്പാസിറ്റി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലങ്സിനുള്ളിൽ സ്ഥിരമായിട്ട് നിർത്താനുള്ള കഴിവിൻ്റെ ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് റെസിഡ്വൽ വോളിയം എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിലൂടെ നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചത്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വോളിയംസ് എന്ത് ചെയ്തു ഇവിടെ മനസ്സിലാക്കി കഴിഞ്ഞു. സോ നെക്സ്റ്റ് കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കപ്പാസിറ്റീസ് ആണ്. സോ ഒരുപാട് കപ്പാസിറ്റി ആണ്. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ഉണ്ട്, എക്സ്പിറേറ്ററി കപ്പാസിറ്റി ഉണ്ട്, ഫങ്ഷണൽ റെസിഡ്വൽ കപ്പാസിറ്റി ഉണ്ട്, വൈറ്റൽ കപ്പാസിറ്റി ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ഇതെല്ലാം കൂടിയിട്ടുള്ള ടോട്ടൽ ലെങ് കപ്പാസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിലും കടന്നാൽ കപ്പാസിറ്റീസ് എന്ന് പറയുന്ന അടുത്ത ഭാഗം കഴിഞ്ഞു. സോ വോളിയംസ് കഴിഞ്ഞാൽ ഈ വോളിയുമായി ബന്ധപ്പെട്ടുള്ള കപ്പാസിറ്റീസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്നുള്ളതാണ്. സോ വാട്ട് മീൻ ബൈ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാം ഇൻസ്പിറേഷനുമായി ബന്ധപ്പെട്ട ഒരു സാധനമാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഓക്കെ, ഇൻസ്പിറേഷനുമായി ബന്ധപ്പെട്ട സാധനമാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്നുണ്ടെങ്കിൽ ഇൻസ്പിറേറ്ററുമായി ബന്ധപ്പെട്ട വോളിയംസ് ഇതിൽ ഏതൊക്കെയാണ്, ഇൻസ്പിറേറ്ററിയുമായി ബന്ധപ്പെട്ട വോളിയംസ് ഇതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഇൻസ്പിറേഷനുമായി ബന്ധപ്പെട്ട വോളിയംസ് ഇതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന വോളിയംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടൈഡൽ വോളിയം ഉണ്ട്. ടൈഡൽ വോളിയം ഉണ്ടോ? ടൈഡൽ വോളിയം ഉണ്ട് തീർച്ചയായിട്ടും. കാരണം ഇൻസ്പിറേഷനും എക്സ്പിറേഷനും കഴിയുന്നൊരു ഇതാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. സോ ടൈഡൽ വോളിയം കഴിഞ്ഞാൽ അടുത്തതായിട്ട് എന്തുണ്ട്, എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്. പക്ഷേ എക്സ്പിറേറ്ററി റിസർവ് വോളിയം പറ്റുമോ? എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത് എന്താ, എക്സ്പിറേഷൻ സമയത്താണ്. സോ എക്സ്പിറേറ്ററി റിസർവ് വോളിയം പറ്റില്ല. സോ അടുത്തത് RV ഉണ്ട്, റെസിഡ്വൽ വോളിയം. അതെന്താ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് എക്സ്പയർ ചെയ്യാനോ ഇൻസ്പയർ ചെയ്യാൻ കഴിയാൻ പറ്റില്ല. നമ്മുടെ ലെൻസിനുള്ളിൽ സാധാരണ നോർമൽ അവസ്ഥയിൽ നമ്മളെ ലെൻസ് കൊളാപ്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ലെൻസിനുള്ളിലുള്ള ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും ഉപയോഗിക്കാത്തൊരു ആളാണ് RV എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, IRVയും ടൈഡൽ വോളിയമാണുള്ളത്. സോ IRV ആൻഡ് ടൈഡൽ വോളിയമാണ് എന്തുമായി ബന്ധപ്പെട്ടുള്ളത്, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റും. സോ എന്താ നോക്കാം. ടോട്ടൽ വോളിയം ഇയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ എന്നാണ്. സോ ഒരാൾ ഫോഴ്സ്ഫുള്ളായിട്ട് എക്സ്പിറേറ്റ് ചെയ്താൽ എന്ത് ചെയ്ത് അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന 1000 മുതൽ 1200 അയാൾ പുറത്ത് കിട്ടാൽ അതും കൂടി അയാൾക്ക് എടുക്കാൻ പറ്റും. അതല്ല, ഒരാൾ സാധാരണ ഒരു എക്സ്പയർ ചെയ്തു അതിനുശേഷം അദ്ദേഹം ബ്രീത്ത് ഇൻ എന്ന് പറയുന്ന യോഗയിൽ പറയുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് ആദ്യം എടുക്കാൻ പറ്റുന്ന ടൈഡൽ വോളിയം എന്ന് പറയുന്ന ഈ ടൈഡൽ വോളിയത്തോടൊപ്പം അദ്ദേഹം IRV എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം അല്ലെങ്കിൽ അദ്ദേഹത്തിന് എക്സ്ട്രാ എടുക്കാൻ പറ്റുന്ന ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷനിലൂടെ എടുക്കാൻ പറ്റുന്ന 2000 മുതൽ അല്ലെങ്കിൽ 2500 മുതൽ 3000 വരെയുള്ള വോളിയം കൂടി അദ്ദേഹം ഉള്ളിലോട്ട് എടുക്കും. അങ്ങനെ അദ്ദേഹത്തിന് ടോട്ടലായിട്ട് എടുക്കാൻ പറ്റുന്ന ആ കപ്പാസിറ്റിനാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ അടുത്തതായിട്ട് എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്താണെന്ന് നോക്കാം. ടോട്ടൽ വോളിയം ഓഫ് എ ഇയർ പേഴ്സൺ ക്യാൻ എക്സ്പയർ ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിറേഷൻ. ദിസ് ഇൻക്ലൂഡ് ടൈഡൽ വോളിയം ആൻഡ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. സോ അങ്ങനത്തെ ക്വാണ്ടിറ്റീസാണ് പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ രണ്ട് കപ്പാസിറ്റീസാണ്, ഒന്ന് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ആൻഡ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി. അതായത് എക്സ്പിറേറ്ററിയിൽ അദ്ദേഹത്തിന് എത്രത്തോളം മാക്സിമം കാണിക്കാൻ പറ്റും അതാണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി. ഇൻസ്പിറേറ്ററിലേക്ക് എത്രത്തോളം മാക്സിമം കാണിക്കും അതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നോർമൽ എക്സ്പിറേഷൻ ആണ് ഇത് രണ്ടും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോട്ട് ദ പോയിന്റ്. ഇതാണ് പോയിന്റ്. എന്ത്, ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത്, അതായത് നോർമൽ എക്സ്പിറേഷന് ശേഷം നോർമൽ എന്ന് പറയുന്നുള്ള ഈ പോയിന്റ് നോർമൽ ഇൻസ്പിറേഷൻ കേട്ടോ. നോർമൽ ഇൻസ്പിറേഷൻ ഇവിടെ ഓടുന്നു. നോർമൽ ഇൻസ്പിറേഷൻ അതുപോലെ തന്നെ എന്താ നോർമൽ എക്സ്പിറേഷൻ. നോർമൽ ഇൻസ്പിറേഷന് ശേഷവും നോർമൽ എക്സ്പിറേഷന് ശേഷമാണ് എന്നുള്ളത് ഈ ഒരു പരിപാടി എന്ത് ചെയ്യുന്നത്, ഒരു ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ അത് രണ്ടുമാണ് എന്തുള്ളത്, സോറി ഇത് നമ്മളിവിടെ നോർമൽ എക്സ്പിറേഷൻ അവിടെ ഉണ്ട്. പക്ഷേ നമുക്കൊന്നും കൂടി വേണ്ടിയിരുന്നത് എന്ത് എവിടെയാണ്, ഇവിടുത്തെ ഒരു നോർമൽ എക്സ്പിറേഷൻ ആണ്. ഇവിടുത്താണ് നോർമൽ എക്സ്പിറേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ നോർമൽ എക്സ്പിറേഷൻ നോർമൽ ഇൻസ്പിറേഷന് ശേഷമുള്ളതാണ്. അപ്പോൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്താ, നോർമൽ എക്സ്പിറേഷന് ശേഷം. എക്സ്പിറേറ്ററി കപ്പാസിറ്റി എപ്പോഴാണ്, നോർമൽ ഇൻസ്പിറേഷന് ശേഷം. സോ നെക്സ്റ്റ് ക്വാണ്ടിറ്റി എന്താ നോക്കാം. നെക്സ്റ്റ് ക്വാണ്ടിറ്റി എന്താ, ഫങ്ഷണൽ റെസിഡ്വൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. വോളിയം ഓഫ് എയർ ദാറ്റ് വിൽ റിമെയിൻ ഇൻ ദ ലെങ്സ് ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ. ദിസ് ഇൻക്ലൂഡ് ERV പ്ലസ് RV. സോ അതായത് ഒരാൾ സാധാ അദ്ദേഹത്തിൻ്റെ ടൈഡൽ വോളിയം വെച്ചിട്ട് എന്ത് ചെയ്യണം, ശ്വാസം ഉള്ളിലോട്ടോ പുറത്തോട്ടോ വിട്ട് കളിക്കണം. സോ അങ്ങനെ കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ലെൻസിനുള്ളിൽ എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ലെൻസിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. റെസിഡ്വൽ വോളിയം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്ത, പുറത്തേക്ക് വിടാനോ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റാതെ നമ്മുടെ ലെൻസിനുള്ളിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള വോളിയമാണെന്ത്, റെസിഡ്വൽ വോളിയം എന്ന് പറയുന്നത്. സോ ആ റെസിഡ്വൽ വോളിയം അവിടെ ഉണ്ടാവും. ഈ റെസിഡ്വൽ വോളിയത്തിനോടൊപ്പം അയാൾ ഇനി എന്ത് ചെയ്യാൻ പോകണം, അയാൾ ERV എടുക്കാൻ പോവാണ്. ERV എടുക്കണം എന്നുണ്ടെങ്കിൽ ലെൻസിൻ്റെ ഉള്ളിലുള്ള വോളിയല്ലേ അദ്ദേഹത്തിന് പുറത്തേക്ക് കളയാൻ പറ്റുള്ളൂ. അങ്ങനെ അയാൾ ERV എന്നുള്ളൊരു വോളിയം കൂടി അദ്ദേഹത്തിൻ്റെ ലെൻസിൽ എന്താവും, എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഒരു ഫങ്ഷണൽ റെസിഡ്വൽ വോളിയം, അതായത് റെസിഡ്വൽ വോളിയം എന്ന് പറഞ്ഞാൽ തീരെ എടുക്കാൻ പറ്റാത്ത 1000
മുതൽ 1100 മുതൽ 1200 അദ്ദേഹം എക്സ്പയർഡ് റിസർവ് വോളിയം എന്ന് പറയുന്നത് അതായത് എക്സ്പിറേഷൻ ഫോഴ്സ്ഫുള്ളായി എക്സ്പയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് പുറത്ത് വിടാൻ വേണ്ടി സംഭരിച്ച് വെച്ചിട്ടുള്ള ഒരു 1000 മുതൽ 1100 വരെ കൂടി ഇതിലുണ്ടാവും. അതായത് ടോട്ടൽ എന്തുണ്ടാവും ഇവിടെ ERV പ്ലസ് RV ഉണ്ടാവുന്നത് ഫങ്ഷണൽ റെസിഡ്യൂൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടാവും. സോ നെക്സ്റ്റ് ഈസ് വൈറ്റൽ കപ്പാസിറ്റി എന്നുള്ളതാണ്. മാക്സിമം വോളിയം ഓഫ് എയർ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ. ഒരു ഫോഴ്സ് എക്സ്പിരേഷന് ശേഷം അദ്ദേഹത്തിന് എന്തൊക്കെല്ലാം ബ്രീത്ത് ഇൻ ചെയ്യാൻ പറ്റും? ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പയർഡ് റിസർവ് വോളിയം അദ്ദേഹത്തിന് ബ്രീത്ത് ഇൻ ചെയ്യാൻ പറ്റും. കാരണം എന്താ, അയാൾ പുറത്തേക്ക് എക്സ്പയർഡ് റിസർവ് വോളിയം വിടണ്ടേ? അതായത് ഉള്ളിലേക്ക് ഒരു എയർ എടുത്താൽ മാത്രമല്ല അയാൾക്ക് ഫോഴ്സ്ഫുള്ളായിട്ട് എക്സ്പയർ ചെയ്യുന്ന സമയത്ത് ആ 1000 മുതൽ 1200 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി പുറത്തേക്ക് വിടാൻ പറ്റുള്ളൂ. സോ അതുണ്ടാവും. അതുപോലെ തന്നെ RV ഉണ്ടാവും, TV ഉണ്ടാവും, ഇത് കാര്യങ്ങളുണ്ടാവും. പക്ഷേ ടോട്ടൽ ലെങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇത് മൊത്തത്തിലുള്ളതാണ്. സോ ഇത് തന്നെ വേറെ കാര്യം ഒരു പേഴ്സൺ ബ്രീത്ത് ഔട്ട് മറ്റേ രീതിയിലും പറയാം. അതായത് ഇൻസ്പിരേഷന് ശേഷം, അതായത് ഫോഴ്സ് ഇൻസ്പിരേഷന് ശേഷം എന്തൊക്കെ കാട്ടാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 2 ക്വാണ്ടിറ്റീസ് ഉള്ളത്. പിന്നെ ടോട്ടൽ ലെങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ടോട്ടൽ വോളിയം എയർ അക്കോമഡേറ്റഡ് ഇൻ ദ ലങ്സ് അറ്റ് ദ എൻഡ് ഓഫ് ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ എന്നുള്ളതാണ്. ഫോഴ്സ്ഡ് ഇൻസ്പിരേഷന് ശേഷം അദ്ദേഹത്തിനുള്ളിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. സോ RV ഉണ്ടാവും, ERV ഉണ്ടാവും, TV ഉണ്ടാവും ആൻഡ് IRV ഉണ്ടാവും. അതായത് വൈറ്റൽ കപ്പാസിറ്റി ബസ് റെസിഡ്വൽ വോളിയം എന്നുള്ളതാണ്. ഞാൻ വൈറ്റൽ കപ്പാസിറ്റി നിങ്ങൾക്ക് ഒന്ന് അലമ്പാക്കിയായി തോന്നിയിട്ടുണ്ടാവും. സോ അതൊന്നുമില്ല, ഞാൻ വൈറ്റൽ കപ്പാസിറ്റി ഒന്ന് നല്ല രീതിയിൽ പറയാൻ വേണ്ടിയിട്ടാണ്. സോ വൈറ്റൽ കപ്പാസിറ്റി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ നോക്കേണ്ടത്. സോ എന്താണ് വൈറ്റൽ കപ്പാസിറ്റി എന്നുള്ളത് നോക്കാം. സോ വൈറ്റൽ കപ്പാസിറ്റി, സോ ഇവിടെ എല്ലാറ്റിനും ഓരോ ഡെഫിനിഷനാണുള്ളതെന്നുണ്ടെങ്കിലും നിങ്ങൾ കണ്ടു വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞ സാധനത്തിനുണ്ട് 2 ഡെഫിനിഷൻ ഉണ്ട്. സോ എന്താണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് നോക്കാം. സോ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇത്രയും കാര്യം നമ്മൾ സ്റ്റഡി നടത്തിയത്. അതായത് ഫങ്ഷണൽ റെസിഡ്വൽ വോളിയം ആണെങ്കിലും ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ആണെങ്കിലും എക്സ്പിറേറ്ററി കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിലും നമ്മൾ സ്റ്റഡി നടത്തിയത് ഒരു നോർമൽ എക്സ്പിരേഷൻ അല്ലെങ്കിൽ നോർമൽ ഇൻസ്പിരേഷന് ശേഷമുള്ള പഠനങ്ങളാണ്. പക്ഷേ നമ്മളിനി വൈറ്റൽ കപ്പാസിറ്റി നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഇൻസ്പിരേഷന് ശേഷം ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള എക്സ്പിരേഷന് ശേഷമായിട്ടുള്ള സ്റ്റഡീസാണ്. അതായത് നമ്മളൊരു ഫോഴ്സ്ഫുള്ളായിട്ട് ഇൻസ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ERV കിട്ടും. അതായത് ERV എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് പുറത്തേക്ക് വിടേണ്ടി വരും. അപ്പോൾ ERV കിട്ടും. അതുപോലെ തന്നെ എന്ത് കിട്ടും? RV കിട്ടും. RV ഇല്ല, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കളിക്കുന്നില്ല. ഓക്കെ, കപ്പാസിറ്റി വെച്ച് കളിക്കുന്നില്ല. സോ അതായത് റെസിഡ്വൽ വോളിയം ഉണ്ടാവില്ല. RV തന്നെ എന്താ ഇതിൽ ഓൾറെഡി ഇല്ല, അത് ഉണ്ടാവില്ല. RV ഉണ്ടാവും. TV ഉണ്ടാവും. സോ നോർമലായിട്ട് ചെയ്യുന്ന TV ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? IRV ഉണ്ടാവും. സോ IRV തന്നെ എന്താ, അതാണ് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഫോഴ്സ്ഫുൾ ഇൻസ്പയർ ചെയ്താൽ എന്തായി? IRV ഉണ്ടായി. സോ ആ ഫോഴ്സ്ഫുള്ളായി ഇൻസ്പയർ ചെയ്താൽ അയാൾക്ക് ഇനി ഫോഴ്സ്ഫുൾ എക്സ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിൻ്റെ ഉള്ളിൽ ERV ആണ്. പിന്നെ എന്ത് വേണം? ടൈഡൽ വോളിയം. അതാണ് അപ്പോൾ ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ.